അട്ടിപ്പൂക്കുറ്റി. സജിന എല്ലാവർക്കും അറിയാലോ. ഈ സജിന ഫിറോസുമായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഈ അടുത്ത സമയത്താണ് ഒന്ന് കെട്ടടങ്ങിയത്. അപ്പോൾ സജിനതെ അടുത്ത പ്രശ്നത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. സജിന തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു പിക്ചറാണിത്. ഈ ഒരു പിക്ചർ നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ പിക്ചറിനകത്ത് ഒരു അമ്മയും കുഞ്ഞും നിൽക്കുന്ന ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ പിക്ചർ. അതായത് ഗർഭപാത്രത്തിൽ കുഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കാണുന്ന ആ ഒരു ചിത്രം. അപ്പോൾ ആ ഒരു ചിത്രവും കൊടുത്തിട്ട് ആ ചിത്രത്തിൽ തന്നെ റസൂൽ പൂക്കുട്ടിയുമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്ന ആ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എന്താണ്? 9 വീക്സ്, 9 ആഴ്ച. 9 ആഴ്ച എന്ന് പറയുമ്പം 2 മാസവും ഒരാഴ്ചയും, 2 മാസവും ഒരാഴ്ചയും താൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജാണ് പബ്ലിക്കിലേക്ക് സജിന ഇട്ടിട്ടുള്ളത്. കുറച്ച് നാൾ മുന്നേ ഈ റസൂൽ പൂക്കുട്ടിയുടെ വിഷയം വെച്ചിട്ട് സജിനയും ഈ ഫിറോസും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ ആയുധം കൊണ്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും. അത് നമുക്ക് കളിയൊക്കെ ഒന്ന് കാണാം. വമ്പന ഞാൻ വീഴ്ത്തിയിരിക്കും. അപ്പോൾ ഞാൻ അന്ന് സജിനയ്ക്ക് സപ്പോർട്ടായിട്ടാണ് ഞാൻ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. സജിന ഫിറോസിൽ നിന്ന് അനുഭവിച്ച കുറച്ച് ദുഃഖങ്ങൾ പറയുന്നു. അയാൾ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, പ്രായപൂർത്തിയാകാത്ത കൊച്ചിനെ പോലും വെറുതെ വിടാത്ത ഒരു കാമഭ്രാന്തൻ എന്നുള്ള രീതിയിൽ ആ ഒരു ലേബലൊക്കെ കൊടുത്തിട്ടാണ് സജിന അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പെണ്ണെന്ന രീതിയിൽ സജിനയുടെ വാക്കുകളിൽ സത്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ സജിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഉടനെ തന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ ആ വീഡിയോസ് എല്ലാം സജിന റിമൂവ് ചെയ്തു. ഇപ്പോൾ ഈ ഫോട്ടോയും സജിന റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റസൂൽ പൂക്കുട്ടി അല്ല ഞങ്ങളുടെ ബന്ധം തകരാന എന്ന് പറഞ്ഞ സജിന, എനിക്ക് മറ്റാരുമായിട്ടും ബന്ധമില്ല എന്ന് പറഞ്ഞ സജിന, ഞാൻ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു എന്ന് പറഞ്ഞ സജിന. അപ്പോൾ ആ സജിന താൻ ഇന്ന് 2 മാസം പ്രഗ്നൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. അപ്പം കുഞ്ഞിൻ്റെ അച്ഛനെ ആരും തപ്പിപ്പോകണ്ട, കാരണം കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പടവും കൊടുത്തിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടിയുമായിട്ട് നിൽക്കുന്ന ഇങ്ങനെ ലയിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ അവകാശി ആരാണ് എന്ന്. അപ്പോൾ ഇതിനടിയിൽ എന്നെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിനടിയിൽ വന്ന കമൻസ് ആണ്. സീക്രട്ട് ഏജൻ്റ് ആയിട്ടുള്ള സായി, നാദിറ, മെഹ്റിൻ, അങ്ങനെ സെലിബ്രിറ്റികളായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഇവരെല്ലാം കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ടാണ് കമൻസ് ഇട്ടിട്ടുള്ളത്. ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്ന, ലീഗലി ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻസ് അല്ലല്ലോ അറിയുന്നവർ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ കൺഗ്രാജുലേഷൻസ് കണ്ടപ്പോൾ എല്ലാവർക്കും ഈ റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള ബന്ധം അറിയാം എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളാണ് വിഡ്ഢികളായത്. അന്ന് സജിനെ സപ്പോർട്ട് ചെയ്ത, അന്ന് ഫിറോസിനെ കുറ്റപ്പെടുത്തി നമ്മളാണ് വിഡ്ഢികളായത്. സെപ്പറേറ്റഡ് ഒരാൾ വേറെ കല്യാണം കഴിച്ചാലോ വേറെ പ്രഗ്നൻ്റ് ആയാലോ ഒന്നും യാതൊരു തെറ്റുമില്ല. നമ്മൾ അതിനെ ഒരിക്കലും തെറ്റായിട്ട് പറയുന്നുമില്ല. കാരണം അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. വേറെ ഇനിയിപ്പോൾ 3ാമത് കെട്ടാൻ പാടില്ല എന്നൊന്നും നിയമമില്ലല്ലോ. ഇവർ സെപ്പറേറ്റഡ് അല്ലേ, അപ്പോൾ 3ാമത് കെട്ടാം, അതിൽ പ്രഗ്നൻ്റ് ആവാം, അതിലൊന്നും വിഷയമില്ല. പക്ഷേ പ്രേക്ഷകരെയും ഈ ആൾക്കാരെ മൊത്തത്തിൽ മണ്ടന്മാരാക്കിയിട്ടുള്ള അന്നത്തെ സജിനയുടെ വീഡിയോസ് അതാണ്. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് പങ്കുവെച്ചിട്ട് ഈ ഒരു പോസ്റ്റും അങ്ങ് റിമൂവ് ചെയ്തു. കാരണം വേണ്ടവരെടുത്തിട്ടുണ്ട്. ഇത് റിയാക്ഷൻ ചാനലുകാർ എടുക്കുക എന്നുള്ളതാണ് സജിനയുടെ ഉദ്ദേശം. ആ ഉദ്ദേശം കറക്റ്റായിട്ട് നടന്നു. എല്ലാവരും എടുത്തു. അന്നും ഇതുപോലെയായിരുന്നു. വീഡിയോസ് എല്ലാവരും എടുത്തു ചെയ്യാൻ തുടങ്ങിയപ്പോൾ സജിന സ്വന്തം പേജിൽ നിന്ന് വീഡിയോസ് റിമൂവ് ചെയ്തു. ഇപ്പോൾ അതേപോലെ തന്നെ സജിന സ്വന്തം പേജിൽ നിന്ന് ഫോട്ടോസ് റിമൂവ് ചെയ്തു. എങ്കിലും എല്ലാ റിയാക്ഷൻ വീഡിയോക്കാരുടെ കയ്യിലും ഈ ഒരു ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ വേറൊന്നുമല്ല, സജിന തന്നെ തിരികൊടുത്താൻ ഓരോ സംഭവങ്ങൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്നും അറിയാത്ത പോലെ സജിന മാറുന്നു. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ആരോപണങ്ങൾ വരുന്നുണ്ട്. അതായത് റസൂൽ പൂക്കുട്ടിയുമായിട്ട് 4 വർഷമായിട്ട് സജിനയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്നും റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ കിടപ്പിലാണെന്നും ഈ സജിന ഈ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഈ ഗർഭം വെച്ചിട്ട് 3 കോടി രൂപ ചോദിച്ചു എന്നും പറഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ, റസൂൽ പൂക്കുട്ടിയുടെ വീട്ടിൽ പോയി അവിടെ നിന്നും സജിനയെ അടിച്ചിറക്കി എന്നൊക്കെ പല രീതിയിലുള്ള പല സൈഡിൽ നിന്നും വിവാദങ്ങൾ വരുന്നുണ്ട്. ഇതൊന്നും നമുക്ക് വ്യക്തമല്ല കേട്ടോ. കാരണം ഇത്രയധികം പല രീതിയിലും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള രീതിയിൽ സജിന തന്നെ പങ്കുവെച്ച ഫോട്ടോയാണിത്. റസൂൽ പൂക്കുട്ടിയുടെ ഫോട്ടോയുമായിട്ട് വെക്കുന്നു. ഇതൊക്കെ സജിനയുടെ പേജിൽ വന്ന പോസ്റ്റ് തന്നെയാണ്. ഇതാരും ഉണ്ടാക്കിയെടുത്തതല്ല.
സജിന തന്നെ സജിനയുടെ പേജിൽ പങ്കുവെച്ച പോസ്റ്റാണ് ഇത്, ഫോട്ടോയാണ്. അപ്പോൾ നമുക്കിതിൽ വ്യക്തതയില്ലാത്തത് ഈ 3 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യത്തിലും ഇവരുടെ വീട്ടിൽ പോയി ഭാര്യയുമായിട്ട് ഇഷ്യൂവായി ഇവരെ അടിച്ചിറക്കി വീട്ടിൽ നിന്നും എന്നുള്ള കാര്യത്തിൽ ഒന്നും നമുക്ക് വ്യക്തതയില്ല. അപ്പോൾ എന്തായാലും ഈ പണമാണ് ഇതിൻ്റെ ഇടയ്ക്ക് വില്ലൻ എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനെതിരെ ഫിറോസിൻ്റെ പ്രതികരണമൊന്നും വന്നിട്ടില്ല. കാരണം അന്നൊരു പ്രതികരണവുമായിട്ട് വന്നപ്പോൾ തന്നെ എല്ലാവരും കൂടെ ഈ ഫിറോസിനെ എടുത്ത് പഞ്ഞിക്കിട്ടായിരുന്നു. അതുകൊണ്ടാവാം ഇതുവരെയും ഫിറോസിൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും വന്നിട്ടില്ല. സജിനയും പ്രതികരിച്ചിട്ടില്ല. ഇട്ട പോസ്റ്റ് മുക്കിയിട്ട് ചേച്ചി ഓടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രേക്ഷകരെ ഇങ്ങനെ മണ്ടന്മാരാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അന്ന് ഈ സംഭവം ഉണ്ടായപ്പം ഞാൻ മറ്റൊരു റിലേഷനിലാണ്, അല്ലെങ്കിൽ ഞങ്ങളുടനെ മാരേജ് ആവും, അല്ലെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, റസൂൽ പൂക്കുട്ടി ഇപ്പോഴും ഡിവോഴ്സ്ഡ് അല്ല, ഭാര്യ കൂടെ തന്നെയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. മക്കളുണ്ട്. അപ്പം ആ ഒരു ലീഗലി ആ ഒരു ബന്ധം നിൽക്കുമ്പോൾ പിന്നെ ഇവർ മുസ്ലിംസിന് 2-3 ഒക്കെ കെട്ടാമെന്നാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ എന്തായാലും സജിനയുടെ 2 മാസം ഗർഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചിട്ടുണ്ട് എല്ലാവരും. ആ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ റസൂൽ പൂക്കുട്ടി ശരിക്കും പൂക്കുറ്റിയായിട്ട് നിൽക്കുന്ന ഒരു ഫീല് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അപ്പോൾ എന്തായാലും എന്തോ പിന്നെ സെലിബ്രിറ്റീസൊക്കെ ആകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിരിക്കാം. ഇതൊക്കെ നമുക്കാണ് കാണുമ്പോഴും കേൾക്കുമ്പോഴും അതിശയം. ഇതൊന്നും അവർക്കൊന്നും അതിശയമൊന്നും അല്ലെന്നേ. അപ്പം ഇപ്പം സോഷ്യൽ മീഡിയയ്ക്ക് പൊങ്കാലയിടാനുള്ള എല്ലാം ഇട്ട് കൊടുത്തിട്ട് നാളെ വന്ന് കരയരുതും ഇരുന്ന് എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു, എന്നെ അധിക്ഷേപിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകരുത്. കാരണം സജിന തന്നെയാണ് എല്ലാവർക്കും കൊണ്ടിട്ട് കൊടുക്കുന്നത്. അപ്പം ഇപ്പോഴും സജിന അതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സജിനയുടെ ഉദ്ദേശം വേറെ ആയിരിക്കും കേട്ടോ. കാരണം ഇത് റിയാക്ഷൻ വീഡിയോ ചാനലുകാർ, യൂട്യൂബേഴ്സ്, മറ്റുള്ള ചാനലുകാരൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്നും അതെ ഇന്നും അതെ. സജിന ഒരു വിഷയം കൊണ്ടിടുന്നു, പിന്നെ സജിന അതിന് ക്ലാരിഫിക്കേഷനുമായിട്ട് വരുന്നു, സജിനയുടെ മുൻ ഭർത്താവ് ക്ലാരിഫിക്കേഷനുമായിട്ട് വരുന്നു. പക്ഷേ റസൂൽ പൂക്കുട്ടി പ്രതികരിച്ചോ ഇല്ലയോ എന്നൊന്നും ഇതുവരെ വ്യക്തമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടിരുന്ന് കാണാം ഈ ഗർഭം ആരുടേതാണെന്നും 3 കോടിക്ക് വേണ്ടിയിട്ടുള്ള ഗർഭമാണോ എന്നും ഇനിയിപ്പോൾ പ്രസവിക്കുമോ എന്നും ഒക്കെ നമുക്ക് കണ്ടിരുന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.